ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണാൻ പോകുന്ന എംബ്രോയ്ഡറി വർക്കാണിത്. ഇതിൽ നമുക്ക് 3, 4, 5 ഇതിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ഇതളുകൾ കൊടുക്കാം. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഫ്ലവറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇതിൽ എന്ത് സ്റ്റിച്ച് കൊടുക്കുന്നത് വെച്ചാൽ ലേസി ഡേസി സ്റ്റിച്ചാണ് ഈ ഫ്ലവറിനെല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഇതിങ്ങനെ എടുക്കുക, ഇതിൻ്റെ അടിയിൽ കൂടെ ത്രെഡ് ഇടുക. ത്രെഡ് ഇട്ട് എടുത്ത ശേഷം ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ ലോക്ക് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ പ്രോസസ്സ്. അടുത്ത നമുക്ക് എത്ര ഇതൾ വേണോ, 4, 5 ഇതളുകൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇതനുസരിച്ച് നമ്മൾ ഡേസി സ്റ്റിച്ച് ഫ്ലവർ ചെയ്യുന്ന ആ സ്റ്റിച്ചാണ് നമ്മളിവിടെ ഈ ഫ്ലവറിൻ്റെ ഇതളിനും കൊടുക്കുന്നത്. ഇങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാം. നെക്സ്റ്റ് ബാക്ക് സൈഡിൽ ലോക്ക് ചെയ്യാം. ഇതുപോലെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകാം. നമ്മൾ ഈ നടുക്ക് ഭാഗത്ത് ഇവിടെ ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റെം വർക്കിനെല്ലാം സ്പ്ലിറ്റഡ് ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ആ സ്റ്റിച്ച് നടുക്ക് ആ ത്രെഡിൻ്റെ നടുക്കൂടെ എടുക്കുക. അങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുക. നമുക്ക് എത്ര ലെങ്ത് വേണോ അതനുസരിച്ച് നമുക്ക് ത്രെഡ് ഡിവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ത്രെഡിൻ്റെ നടുക്കൂടെ നമ്മൾ ഈ ത്രെഡ് എടുത്ത ശേഷം നെക്സ്റ്റ് എത്ര ലെന്ത് വേണം അതനുസരിച്ച് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തു പോവാം. ഇങ്ങനെ നടുക്കൂടെ ത്രെഡ് എടുക്കുക പോവാം. പിന്നെ നമ്മൾക്ക് ഇതിന് ശാഖകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ കൂടെ ഒരു ത്രെഡ് ഇടുക. വീണ്ടും അതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് നടുക്കൂടെ ത്രെഡ് എടുത്ത് വീണ്ടും അതേപോലെ ഫ്രണ്ടിലേക്ക് പോകാം. ഇങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കിട്ടുന്നത്. അപ്പം നമ്മളുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.